ഇതാണ് അധ്യക്ഷന്റെ ഒന്നാമത്തെ കടമ. സഭയിലുള്ള വിശ്വാസികളെ മേൽ ഒരു പിതാവിന് മക്കളോടുള്ള വാത്സല്യം, അതേസമയത്ത് ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന പ്രബോധനം, അവർക്ക് നൽകുന്ന പ്രോത്സാഹനം, ഇത് നൽകുന്ന ആളായിരിക്കണം ഒരു അധ്യക്ഷൻ. ദൈവം ശുശ്രൂഷ നൽകിയിട്ടുള്ള ഒരു ദൈവപൈതലിനെ അടിച്ചമർത്താനോ അവന്റെ ശുശ്രൂഷ ആവശ്യങ്ങളെ ഇല്ലാതെയാക്കാനോ നശിപ്പിക്കാനോ അവനെക്കുറിച്ച് അപവാദങ്ങൾ പറയാനോ പ്രചരിപ്പിക്കാനോ ഒരു അധ്യക്ഷൻ തയ്യാറാകുന്നു എന്ന് വന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ ശുശ്രൂഷ എന്നതിനേക്കാൾ പിശാചിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആള് എന്ന് നട്ടലോട് പറയാൻ നമുക്ക് സാധിക്കും. 2, ഒരു ഇടയനെ പോലെ അദ്ദേഹം എന്ത് ചെയ്യണം? ആടുകളെ മേച്ചിൽ പുറത്തേക്ക് ആനയിക്കണം. ഒന്നാമതായി ഒരു പിതാവിനെ പോലെ വാത്സല്യത്തോടെ ഇടപെടണം, അവരെ പ്രബോധിപ്പിക്കണം, അവരെ ഉത്സാഹിപ്പിക്കണം. 2, ഒരു ഇടയൻ ആടുകളെ പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആനയിക്കുന്ന പോലെ എന്ത് ചെയ്യണം? അവരെ ദൈവവചനത്തിലേക്ക് ആനയിക്കണം. ദൈവവചനമാകുന്ന മേച്ചിൽപ്പുറത്തേക്ക് വിശ്വാസികളെ ആനയിക്കണം. ഞായറാഴ്ച എന്ന് മാത്രമല്ല, എല്ലാ കൂടിവരവുകളിലും ഒരു സഭ കൂടി വരുമ്പോൾ അവരുടെ ആത്മീക അനുഗ്രഹത്തിനും സംതൃപ്തിക്കും നിദാനമായ നിലയിൽ ദൈവവചനത്തിന്റെ പച്ചിപ്പുകളെ ആടുകൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നവനായിരിക്കണം ഇടയൻ. അത് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്ന പ്രവൃത്തി 20:28. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. 3, ഒരു രക്ഷകർത്താവിനെ പോലെ, അതായത് രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗാർഡിയൻ, രക്ഷകർത്താവിനെ പോലെ വരുവാനിരിക്കുന്ന അപകടങ്ങളെ വിശ്വാസികൾക്ക് മുൻപ് കൂട്ടി അറിയിക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. വരുവാനിരിക്കുന്ന അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളുടെ പുസ്തകം 20 തന്നെ വാങ്ങണം. പൗലൂസ് എഫേസോസിന് യാത്ര പറയുകയാണ്. പറയുമ്പോൾ പൗലൂസോട് പറയുന്നു, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ആടുകളെ വഴിതെറ്റിക്കുന്ന, തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകുന്ന, വഴിതെറ്റിക്കുന്ന കൊടിയ ചെന്നായ്ക്കളായ ആളുകൾ, ഓൺ കമ്മിങ് ഡേഞ്ചേഴ്സ്, വരുവാനുള്ള അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ആസന്നമായിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുൻപ് കൂട്ടി വിശ്വാസികളെ അറിയിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 4, ഒരു വഴികാട്ടിയെ പോലെ വിശ്വാസികളെ എന്ത് ചെയ്യണം? ശരിയായ പാതയിൽ നടത്തണം. ഓരോ വിശ്വാസിയെയും ശരിയായ പാതയിൽ നടത്താനായിട്ട് ഇടയന് സാധിക്കണം. ഈ ശരിയായ പാതയിൽ നേരായി നടക്കാൻ പഠിപ്പിക്കണം. അതായത് എബ്രായർ 13:7, നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് അവർക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ഇരിപ്പീൻ, അവർ കണക്ക് കൊടുക്കേണ്ടവരാകുന്നു എന്ന് പറയുന്നു. 17ഉം 24 വാക്യങ്ങളിൽ, എബ്രായർ 13:17ഉം 24 വാക്യങ്ങളിൽ പറയുമ്പോൾ, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം ഈ ഇടയന്മാർക്ക് ലഭിക്കാനുള്ളതാണ്. അവരെ നടത്തുന്നവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പൊ വിശ്വാസികൾക്ക് മാതൃകാ പുരുഷന്മാരായി തങ്ങളുടെ വിശ്വാസത്തിന്റെ മാതൃക അനുകരിക്കാൻ കൊള്ളാവുന്നതാക്കി പകർന്നു കൊടുക്കുന്ന ആളായിരിക്കണം ഒരു സഭയുടെ ഇടയൻ. ഒരിക്കലൊരു തള്ളഞ്ഞണ്ട് അതിന്റെ കുഞ്ഞുങ്ങൾ കടപ്പുറത്തോട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, അയ്യേ, ഷെയിം 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 ഓൺ യു, നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനെ ചെരിഞ്ഞാണോ നിങ്ങൾ നടക്കുന്നത്? ഞണ്ട് നടക്കുന്നതല്ലേ, ചെരിഞ്ഞാണ് നടക്കുന്നത്. അപ്പൊ ഈ ഞണ്ടും കുഞ്ഞുങ്ങളെല്ലാം കൂടി അമ്മയോട് പറഞ്ഞു, എന്നാ മമ്മി ഒന്ന് കാര്യം ചെയ്യേ, ഞങ്ങളെ ഒന്ന് നടന്ന് കാണിക്ക്, ഞങ്ങൾ അതുപോലെ നടക്കാം. അപ്പൊ ഈ വലിയ ശരീരമുള്ള ഞണ്ടമ്മ അത് വലിയ ചരിവ് വ്യക്തമായി മനസ്സിലാക്കുന്ന നിലയിൽ ഇങ്ങനെ ചെരിഞ്ഞ് നടന്നു. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, മമ്മി, ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നടത്തുന്നവരുടെ യോഗ്യതയും മാതൃകയുമാണ് നടത്തപ്പെടുന്നവരുടെ യോഗ്യതയും മാതൃകയും. ഒരു സ്ഥലം സഭ, പ്രാദേശിക സഭ, അത് ആത്മീകമായി മാതൃകയുള്ളതും സുവിശേഷ താല്പര്യമുള്ളതും വ്യക്തമായ അധ്യക്ഷത ചെയ്യുന്നതും വിശ്വാസികൾ പരിപുഷ്ടിക്കപ്പെടുന്നതുമായ ഒരു സ്ഥലം സഭയാണെന്ന് ആ വിശ്വാസികളെ കണ്ടാൽ നമുക്കറിയാം. അവരുടെ ആത്മീക സംസ്കാരം, ആത്മീകമായിരുന്ന ഔന്നത്യം, അവരുടെ ആത്മീകമായ വളർച്ച, ആത്മീകമായ വീക്ഷണം, ആത്മീകമായ തീഷ്ണത, അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധി, ദൈവത്തിലുള്ള വിശ്വാസത, ഇതെല്ലാം അവിടുത്തെ അധ്യക്ഷത എങ്ങനെയുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്ടിരിക്കുന്നത്. അതാണ് യഥാ മാതാ തഥാ പ്രജ ചൊല്ലണല്ലോ, മാതാവ് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് മക്കളും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഇടയൻ എന്ത് ചെയ്യണം? ഒരു ശരിയായ വഴികാട്ടിയായ പോലെ ശരിയായ മാർഗരേഖ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ശരിയായ വഴി ഇതാകുന്നു, ഇതിലേ നടന്നു കൊടുക്കുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിധേയപ്പെട്ട്
അവനവന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തെ കൂട്ടിക്കളയുകയോ വചനത്തിന് വിപരീതമായി വിശ്വാസികൾ അവരോട് ചേർന്ന് നിൽക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കുകയോ ചെയ്യല്ല. നമ്മൾ ദൈവവചനത്തെ അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം ഇടയൻ. അവന്റെ ജോലി വഴികാട്ടി എന്നാണ്. നമ്മൾ പ്രവൃത്തിയുള്ള പുസ്തകം 11 വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ ജാതികളുടെ ഇടയിൽ ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വർത്തമാനം യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിക്കുകയും അവർ കർത്താവിനോട്